നമുക്ക് നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡ് അത് എപ്പോഴും സ്പെഷ്യൽ തന്നെയായിരിക്കും. അതിപ്പോൾ എന്തൊരു ചമ്മന്തി അരച്ചാൽ പോലും നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. പക്ഷേ എന്താ പറയുക, ചില ഫുഡുകളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് മിസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസാണ് മമ്മിയുടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ച് ജോലി സ്ഥലത്തോട്ട് വന്നു. സോ ഇനിയിപ്പോൾ വീക്കെൻഡിലാണ് പോകത്തുള്ളൂ. അപ്പോൾ മമ്മി എനിക്ക് രാത്രിയിലത്തേക്ക് ചോറ് പൊതിഞ്ഞിട്ട് തന്നു വിട്ടു. അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മീൻ വറുത്തതും പിന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ തന്നു വിട്ടത്. പക്ഷേ ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ടാകും. നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രം മതി ചോറുണ്ടായി. നമ്മുടെ ഉണക്കമീൻ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നത്. നമ്മുടെ ഉണക്കമീൻ ചതച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ചെടുക്കില്ലേ, അതും ഈ ഉണക്കമീൻ സ്പെഷ്യലാണ്. കാരണം പുറത്തുനിന്ന് വാങ്ങിയതല്ല, മമ്മി തന്നെ പച്ചമീൻ വാങ്ങി ഉണക്കിയെടുത്തതാണ് കേട്ടോ. സോ അത് കുറച്ചുകൂടെ സ്പെഷ്യലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വായോ ചോറ് ഇതാട്ടോ ഞാൻ പറഞ്ഞ സംഭവം. അപ്പോൾ അതാ ഈ മുഖത്തിടുന്ന എക്സ്പ്രഷൻ ഞാൻ വെറുതെ ഇടുന്നതല്ല കേട്ടോ, സത്യമായിട്ടും വെറുതെ ഇടുന്നതല്ലേ. ഒടുക്കത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത ടേസ്റ്റ് ആയിരുന്നു സാധനത്തിന്. ഞാൻ ആ മീൻ വറുത്തത് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലാണ്ട് മീൻ വറുത്തത് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. ലാസ്റ്റാണ് മീൻ വറുത്തത് ഞാൻ കഴിച്ചത്. പക്ഷേ ആ ഉണക്കമീൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഗൈസ്, ആ പറയാൻ വയ്യ. സോ താങ്ക് യു മമ്മി, ലവ് യു ഉമ്മ 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 ഒരുപാട് ഉമ്മ മമ്മിക്ക്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു സീരിയസ്ലി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.